ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു വില്ലേജ് വിസിറ്റാണ്, ഗ്രഹൺ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ്. അപ്പോൾ ഒരു ട്രെക്കിങ്ങും വില്ലേജ് വിസിറ്റും അവിടുത്തെ വില്ലേജ് എക്സ്പ്ലോറേഷനും ഒക്കെ ആണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം, ഓക്കെ? അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഗ്രഹൺ വില്ലേജിലേക്ക് എത്താനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ട്രെക്കിംഗ് ആണ്. അതിൽ തന്നെ ആദ്യത്തെ 6 to 7 കിലോമീറ്റേഴ്സ് നമുക്ക് വാക്കിങ്ങിന് പകരം ജീപ്പിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് കസോളിൽ നിന്ന്. ഞങ്ങൾക്ക് പെർ പേഴ്സൺ വന്നിട്ടുള്ളത് 200 റുപ്പീസാണ് കേട്ടോ. മാത്രമല്ല എല്ലാ വെഹിക്കിൾസും അങ്ങോട്ടേക്ക് പോവില്ല. 4x4 വെഹിക്കിൾസിന് മാത്രം പോകാൻ പറ്റിയിട്ടുള്ള ഫോറസ്റ്റിലൂടെയുള്ള ഒരു യാത്രയാണിത്. പാർവതി വാലിയിൽ നിന്നൊരു 7.700 ഫീറ്റ് ഹൈറ്റ്സിൽ മൗണ്ടെയിൻ റേഞ്ചിലാണ് ഗ്രഹൺ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കസോളിൽ നിന്നൊരു ടോട്ടൽ 10 കിലോമീറ്റേഴ്സാണ് ഗ്രഹൺ വില്ലേജിലേക്കുള്ളത്. സോ കസോളാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു നിയറസ്റ്റ് ടൗൺ എന്ന് പറയുന്നത്. ഈ ഒരു ഓഫ് റോഡ് യാത്ര എന്ന് പറയുന്നത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ സിൻസിയറായിട്ട് ഞാൻ പറയുകയാണ്, അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു യാത്രയാണിത്. നമ്മൾ പോകുന്ന വഴിയിലുള്ള വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ചുരുളി ഫിലിമിലുള്ള ലൊക്കേഷൻ പോലെയാണ് കേട്ടോ. അതുപോലത്തെ ബ്രിഡ്ജസ് ആണെങ്കിലും ടേണിങ്സും അരുവികളും ഒക്കെ ആയിട്ട് ശരിക്കും അടിപൊളിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഈ ഒരു 7 കിലോമീറ്റേഴ്സിൽ നമ്മൾ ഓഫ് റോഡ് പോവുക എന്ന് പറയുന്നത് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇത് നടക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ഈ ഒരു എക്സ്പീരിയൻസ് മിസ്സാവും കേട്ടോ. കാരണം അത്രയും അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഓഫ് റോഡാണിത്. അപ്പോൾ നമ്മൾ ജീപ്പിൽ ഒരു 7 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു മെയിൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് എല്ലാ വണ്ടികളും നിർത്തുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല വെള്ളം അല്ലെങ്കിൽ സ്റ്റേഷനറീസ് ഒക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഇവിടുന്നേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഷോപ്പുകളൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മൗണ്ടെയിൻ ഹൈറ്റ്സിൽ നിൽക്കുന്ന ഒരു വില്ലേജാണ്. മറ്റുള്ള വില്ലേജസിനെ പോലെ അല്ല. ഇവിടെ വേറെ സ്റ്റേഷനറീസോ അല്ലെങ്കിൽ ഷോപ്സോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിലേക്കൊക്കെ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ലോപ്പും കുഴികളും ഒക്കെ വരുന്നുണ്ട്. മോൾക്ക് എന്തായാലും നടക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞത്. സോ നമ്മൾ മോളൊന്ന് ടൈ ചെയ്തതാണ്. മാത്രമല്ല മഴ പെയ്തതുകൊണ്ട് നടക്കുന്ന വഴിയിലുള്ള കല്ലുകളൊക്കെ സ്ലിപ്പറിയാണ്. സോ നമ്മളോടും ഒന്ന് കെയർഫുൾ ആവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കയറിയിട്ട് താഴേക്ക് നോക്കിയപ്പോൾ ഉള്ള വ്യൂ ആണിത്. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. അത്യാവശ്യം ആൾക്കാർ ഗ്രഹൺ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. നമുക്കും കുറച്ച് മലയാളീസിനെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരും അങ്ങോട്ടേക്ക് തന്നെയാണ്. ഇവിടുന്ന് നമുക്ക് ഗ്രഹണിലേക്ക് എത്താൻ 2 റൂട്ടുകളാണുള്ളത്. അതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഷോർട്ട് കട്ടാണ് കേട്ടോ. പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തനെയുള്ള വഴികളായിരിക്കും. പക്ഷെ ഇവർ പറയുന്ന 2 hours നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ റൂട്ടിൽ നമ്മൾ ട്രെക്കിങ്ങിൻ്റെ ലാസ്റ്റിലേക്ക് എത്തുന്നതിനനുസരിച്ചിട്ട് സൺ പ്രൊട്ടക്ഷനും കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റേ ഓപ്ഷനിലുള്ള റൂട്ട് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സൺ പ്രൊട്ടക്ഷനൊക്കെ കറക്റ്റ് കിട്ടും കേട്ടോ. സെറ്റാണോ? സെറ്റാ? നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന് ട്രെക്കിങ്ങിന് വന്നാ ടയർഡായോ? ഇല്ലല്ല, ഇവ സെറ്റല്ലേ. കുറച്ച് നമ്മൾ നടന്നിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തതാണ്. അപ്പം ഇവക്ക് ഒരു എനർജി ഒക്കെ കിട്ടിയപ്പം അവൾ തന്നെ നടക്കാൻ തുടങ്ങി. കണ്ടില്ലേ, നടക്കുന്ന വഴിയിലൊക്കെ കല്ലുകളാണ്, പാറ കഷ്ണങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റെസ്റ്റ് എടുത്ത് പതിയെയാണ് നമ്മൾ നടന്നിട്ടുള്ളത്. അത്ര പെട്ടെന്നൊന്നും എന്തായാലും നടക്കാൻ കഴിയില്ല, അങ്ങനത്തെ വഴികളാണ്. അപ്പോൾ വില്ലേജിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് ക്യാമ്പിംഗ് സൈറ്റുകൾ കാണുന്നുണ്ട്. ടെൻറ്റുകളൊക്കെ ഉണ്ട്. ആവശ്യമുള്ള ആൾക്കാർക്ക് ഇവിടെ ടെൻറ്റിൽ താമസിക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മുന്നോട്ടേക്ക് പോവാം. അല്ലെങ്കിൽ ഗ്രഹൺ വില്ലേജിൽ എത്തിയിട്ട് അവിടെയും സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവൈലബിൾ ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പ്രോപ്പർ വേ ഇല്ല. പിന്നെ ഇവിടുത്തെ ഗ്രഹൺ വില്ലേജിലുള്ള ആൾക്കാർ എല്ലാ ആവശ്യങ്ങൾക്കും ഈ മല ഇറങ്ങി കയറിയിട്ട് വേണം അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ. സോ അങ്ങനെ നടന്നതുകൊണ്ട് കുറേ കാലങ്ങളായിട്ട് ഇവർ അങ്ങനെ കയറി ഇറങ്ങിയതുകൊണ്ടുള്ള ഒരു വഴി പോലെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു റൂട്ടാണിത്. അല്ലാണ്ട് പ്രോപ്പറായിട്ട് വഴികളില്ല. അതും മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, വഴി തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഗ്രഹൺ വില്ലേജിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ കാണുന്നതാണ് ഗ്രഹൺ വില്ലേജ്.
എന്തായാലും ഇവിടെ ഈ ഗ്രഹൺ വില്ലേജിൽ എത്തണം എന്നുള്ള ഡിറ്റർമിനേഷനോട് കൂടി വരികയാണെങ്കിൽ മാത്രമേ നമ്മളിവിടെ എത്തുള്ളൂ. നമ്മൾ തന്നെ ഒരു 3-4 ടൈംസ് നമ്മൾ ബ്രേക്ക് എടുത്തിട്ടാണ് എത്തിയിട്ടുള്ളത്. 2.5 ഹവേഴ്സിൻ്റെ മുകളിൽ നമ്മൾ ടൈം എടുത്തിട്ടുമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വില്ലേജിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല, പക്ഷേ ഈ പുറത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെയുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ വില്ലേജ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ക്രൗഡഡ് ബിസി അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ടൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിയ ഒരു ഫീലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇതാ വില്ലേജിലേക്ക് എൻ്റർ ചെയ്യാണ്. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഉള്ള വ്യൂ കണ്ടോളൂ, എത്ര ബ്യൂട്ടിഫുൾ ആണ്. ഗ്രഹൺ വില്ലേജിലെ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികളാണ് കേട്ടോ. നമ്മളെ കണ്ട പാടെ തന്നെ, അല്ലെങ്കിൽ ഈ മോളെ കണ്ട പാടെ തന്നെ ഓടി വന്നത് കണ്ടില്ലേ. ഹലോ പറയ്, പേരെന്താന്ന്? പേര് പറയ്. എന്തായാലും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു ഷൈനസും കൂടാണ്ട് നമ്മളോട് മിണ്ടാൻ വരുന്ന ആ കുട്ടികളുടെ മൈൻഡ് സെറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഞാനിങ്ങനെ ഒന്നും ആയിരുന്നില്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കുട്ടികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ 2 സ്കൂളുകളാണ്, ഒരു പ്രൈമറിയും ഒരു സെക്കൻഡറിയും. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ എപ്പോഴും ടീച്ചേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും കുട്ടികളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ എത്രത്തോളം ഇവർ അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 50 ഹൗസസും 350 വില്ലേജേഴ്സും അടങ്ങിയിട്ടുള്ള ചെറിയൊരു വില്ലേജാണ് കേട്ടോ ഇത്. പക്ഷെ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോഡസ്റ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളോടാണെങ്കിലൊക്കെ ചിരിച്ചോണ്ടല്ലാണ്ട് ഇവർ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ മറ്റുള്ള ടൂറിസ്റ്റുകളോടാണെങ്കിലൊക്കെ അവർ അങ്ങനെ തന്നെയാണ്. എല്ലാവരോടും നല്ല ചിരിച്ച് നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഷോ ചെയ്യുന്ന തരത്തിലുള്ളൊരു ബിഹേവിയറാണ് ഇവരുടെ അടുത്തുനിന്ന് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒരുപാട് ഹോം സ്റ്റേസും ക്യാമ്പിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു ഹോം സ്റ്റേ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇനി ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോം സ്റ്റേസിലൊക്കെ എന്തായാലും ഫുഡ് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. ബട്ട് കസോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഹൈലി എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഫുഡ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം മാത്രം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്രഹൺ വില്ലേജിൽ ഇപ്പം ഹിമാചലിലെ എല്ലാ വില്ലേജും എടുത്ത് നോക്കുകയാണെങ്കിലും ഈ ഒരു വില്ലേജിൽ മാത്രമാണ് നെറ്റ്വർക്ക് ഇല്ലാത്തത്. പക്ഷെ നമുക്ക് വൈഫൈ അവൈലബിൾ ആയിട്ടുള്ള കഫേസ് ഉണ്ട്. അതുപോലെ ആൽക്കഹോൾ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു വില്ലേജാണ് ഗ്രഹൺ. നമ്മളിവിടെയുള്ള ഒരു കഫേയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വാഷ്റൂമിൽ പോകാൻ വേണ്ടി വന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്ക് ഒരൊറ്റ വാഷ്റൂമാണുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. ഒരു റൂമിൽ വാഷിംഗ് മെഷീനും മറ്റ് 2 റൂം എന്ന് പറയുന്നത് ടോയ്ലറ്റാണ്. പിന്നെ ഒരു വാഷ് ബേസിൻ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ അടിപൊളിയായി അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചിറങ്ങാണ്. കാരണം അധികം ലേറ്റ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മോളുള്ളതുകൊണ്ട് നല്ല റിസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് കുറച്ച് കോളേജ് കുട്ടികളെ കണ്ടതാണ്. ഇവർ മലപ്പുറത്തുള്ള ഒരു കോളേജിലെ ബിഫാം സ്റ്റുഡൻസ് ആണ്. പോകുന്ന വഴിയിൽ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡിൽ കയറിയതാണ്. ഗ്രഹൺ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ മാർച്ച് മുതൽ ജൂൺ വരെയാണ് കേട്ടോ. അപ്പോൾ കസോളിൽ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രഹൺ വില്ലേജ് വിസിറ്റ് ആണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഹിമാചലിൽ കസോളിൽ വരികയാണെങ്കിൽ ഈ ഒരു ഗ്രഹൺ വില്ലേജ് എന്തായാലും വിസിറ്റ് ചെയ്യണം. ഇത്രയും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.